ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഹോം ടൂറായിട്ടാണ് വന്നിരിക്കുന്നത്. ചേട്ടൻ്റെ വീടാണ് കേട്ടോ. ചേട്ടൻ്റെ വീട്ടിൽ ഹോം ടൂർ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ആദ്യം ഞാനിതുവരെ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ പോയി ഒന്ന് കാണണം. അത് ചേട്ടനാണ് വീഡിയോ എടുത്തത്, അത് വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി നന്നായിട്ടൊന്ന് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഹണി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങളുടെ പട്ടിയുടെ പേരാണ് ഹണി. 2 പട്ടിയുണ്ട്, ഒരാൾ ബ്ലാക്ക്, ഒരാൾ ഹണി എന്നാണ് പേര് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലോട്ട് കയറി വരുന്ന വലിയൊരു സിറ്റൗട്ടിലോട്ടാണ് കേട്ടോ. വലിയൊരു സിറ്റൗട്ടാണ്, 19 പേർക്ക് ഇരിക്കാൻ പറ്റിയ വാദത്തിനുള്ളൊരു സിറ്റൗട്ടാണ്. ഇതിൻ്റെ വീടിൻ്റെ പ്ലാനും ഒക്കെ അച്ഛൻ തന്നെയാണ് കേട്ടോ. ഹരിയേട്ടൻ്റെ അച്ഛൻ തന്നെയാണ് വീടിൻ്റെ പ്ലാനെല്ലാം വരച്ചത്. അപ്പം കാശിമോൻ്റെ ജീപ്പ് ഇവിടെ കിടപ്പുണ്ട്. തൊട്ട് കുറേ ഹരിയേട്ടൻ വരച്ച ഒരു മയിലിൻ്റെ ചിത്രവും അവിടെ കാണാം. അപ്പം നമുക്ക് സിറ്റൗട്ടിൽ നിന്ന് നേരെ ഹാളിലോട്ടാണ് കയറുന്നത്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് കേട്ടോ. ഇവിടെ കാശിമോൻ്റെ കുറേ ഫോട്ടോസൊക്കെ വെച്ച് കുറേ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സിറ്റൗട്ടിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഹാളിലോട്ടാണ്. വലിയ ഹാളാണ് കേട്ടോ. പിന്നെ ഷോക്കേസിൽ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതുമായിട്ട് കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ മരുന്നും പിന്നെ വിളക്കും ഒട്ടകവും പിന്നെ ഷോക്കേസിൽ വയ്ക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഷോക്കേസിലുള്ളത്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സോഫയാണ് കേട്ടോ, സോഫ സെറ്റാണ്. അപ്പം കുറേ മാലയും അലങ്കാര വസ്തുവായിട്ട് കുറേ മാലയൊക്കെ അവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. ആ പൂ പോലെ ഇരിക്കുന്നത് ഹരിയേട്ടൻ്റെ അച്ഛന് ഉണ്ടാക്കി വെച്ച അതാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോസ്, കാശിമോൻ്റെ 28 ഫോട്ടോസ്, കൊച്ചച്ഛനും അച്ഛനുമായിട്ടൊക്കെ ഉള്ളൊരു കുറേ ഫോട്ടോസൊക്കെയാണ് അതിനകത്ത്. കാശി ജനിച്ചപ്പോൾ ഉള്ള ഫോട്ടോസ് വരെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഫ്രെയിമിനകത്ത്. പിന്നെ നേരെ നമുക്ക് റൂമിലോട്ട് പോകാം. ഇത് ശ്രീലാലിൻ്റെ റൂമാണ് കേട്ടോ. ശ്രീലാലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ചേട്ടൻ്റെ അനിയനാണ് കേട്ടോ. അവൻ ദുബായിലാണ്. അവന് ഈ 2 ദിവസത്തിനുള്ളിൽ നാട്ടിൽ വരും. 2 വർഷത്തിന് ശേഷമാണ് കേട്ടോ അവൻ നാട്ടിലോട്ട് വരുന്നത്. അപ്പം ഇതൊരു കോമൺ ബാത്റൂമാണ് കേട്ടോ. ആ റൂമിനോട് ചേർന്നൊരു കോമൺ ബാത്റൂമാണ്. അത്യാവശ്യം സ്പേസൊക്കെ ഉള്ളൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ. വീട്ടിൻ്റെ അകത്ത് 2 ബാത്റൂമാണ് ഉള്ളത്. ഒന്ന് ഇതും ഒന്ന് വേറൊരു ബാത്റൂമും. പിന്നെ അതിനോട് നേരെ തന്നെ ഓപ്പോസിറ്റ് സൈഡായിട്ട് അച്ഛൻ്റെ അമ്മയുടെ റൂമാണ് കേട്ടോ. ഇവിടെ ഒരാൾ കിടന്ന ഉറക്കമാണ് കേട്ടോ. കുഞ്ഞാറ്റ നല്ല സുഖത്തിന് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളെ ശല്യപ്പെടുത്താതൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. ചെറിയൊരു സൗണ്ട് കേട്ടോ അവൾ പെട്ടെന്ന് ഉണരും കേട്ടോ. അതുകൊണ്ട് ഞാൻ പെതുക്കെയൊക്കെ വന്ന് വീഡിയോ എടുക്കുകയാണ്. ഈ റൂമിൽ കട്ടിലും അലമാരയും പിന്നെ ചെറിയൊരു ടേബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കലണ്ടർ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മണ്ടയ്ക്ക് അച്ഛൻ്റെ കുറച്ച് പണി സാധനങ്ങളൊക്കെ അച്ഛൻ്റെ വേസ്റ്റ് ബോർഡിനകത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ 2 ടേബിള്, അതിൽ കുറേ ആവശ്യമുള്ള കുറേ ബുക്കുകളും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുഞ്ഞാറ്റയുടെ ഡ്രസ്സും കാര്യങ്ങളും ഒരു കവറിനകത്താക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇറങ്ങി നേരെ ഇതൊരു 2ാമത്തെ ബാത്റൂമാണ് കേട്ടോ. അതിന് തുറന്ന് കാണിക്കുന്നില്ല, അതൊരു 2ാമത്തെ ബാത്റൂമാണ്. ഇവിടെയും കാശിമോൻ്റെയും കൊച്ചച്ഛൻ്റെയും അച്ചാമ്മയുടെയൊക്കെ കൂടെയുള്ള 2-3 ഫ്രെയിം ഫോട്ടോസൊക്കെ വെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറിയൊരു ഷോക്കേസ്, അതിനകത്ത് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് ഉള്ളത് ഇത് അക്വേറിയമാണ് കേട്ടോ. അതിനകത്ത് മീനെയൊന്നും പിടിച്ചിട്ടിട്ടില്ല. ഇപ്പോൾ കൊച്ചച്ഛൻ വന്നിട്ട് പിടിച്ചിടണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ ഡൈനിങ് ടേബിളാണ് കേട്ടോ. അത് വാഷേരിയാണ്. ഇത് ചെറിയൊരു റൂമാണ് കേട്ടോ. ഇവിടെയും കട്ടിലും ഒരു സ്റ്റൂളും അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ബാഗുമാണുള്ളത്. ഇത് മൂത്തമ്മയുടെ റൂമാണ് കേട്ടോ. എൻ്റെ ഷോർട്ട് വീഡിയോയ്ക്കകത്തും പിന്നെ ഒരു ലോങ് വീഡിയോയ്ക്കകത്തും മൂത്തമ്മയുണ്ട് കേട്ടോ. ഞങ്ങളുടെ സ്ഥിരം സബ്സ്ക്രൈബർ വീഡിയോസ് കാണുന്നവർക്ക് കണ്ടാൽ അറിയാമായിരിക്കും മൂത്തമ്മ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ അടുക്കളയിലോട്ടാണ് പോകുന്നത്. അടുക്കളയൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മായിയമ്മ നല്ല വൃത്തിക്കാരിയാണ് കേട്ടോ. എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. അപ്പം പുള്ളിക്കാരി കഴുകി വൃത്തിയൊക്കെ ആക്കി വെച്ചേക്കണം. അതാണ് ഇപ്പം വീഡിയോ എടുത്തപ്പോൾ നല്ല വൃത്തിയായി കിടക്കുന്നത്. ഇപ്പം ഞാനൊരു 10-11 മണി ആയപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഇത് ചോറൊക്കെ വയ്ക്കാൻ വേണ്ടി ഒരു ചെറിയൊരു അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലാണ് ചോറ് അമ്മ അരി കഴുകി ചോറ് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ അടുക്കളയിലോട്ട് ചേർന്നുള്ള മുറ്റമാണ് കേട്ടോ. അടുക്കളയിലെ മുറ്റം ഇങ്ങനെയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.